പന്നിക്കുട്ടികൾ. പണ്ട് പണ്ട് ഒരമ്മ പന്നി തന്റെ 3 കുട്ടികളോടൊത്ത് കാട്ടിൽ വസിച്ചിരുന്നു. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ എല്ലാവരും ഇപ്പോൾ വളർന്നിരിക്കുന്നു. എല്ലാവരും അവരവരുടെ ജീവിതം താനേ നയിക്കണം. ഇനി നിങ്ങളെ സംരക്ഷിക്കാൻ എനിക്കാവില്ല. അമ്മ 3 പേർക്കും അകലെ എവിടെയെങ്കിലും ചെന്ന് വീടുണ്ടാക്കാനുള്ള പണം കൊടുത്തു. അങ്ങനെ 3 പന്നിക്കുട്ടികളും അമ്മയുടെ വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. വഴിയിൽ രാത്രിയായപ്പോൾ അവരൊരു വലിയ ആൽമരത്തിന്റെ കീഴിൽ ഇരുന്നു. എന്നിട്ട് ഭാവിയിലെ പരിപാടികളെ കുറിച്ച് ചർച്ച ചെയ്തു. ഇപ്പോൾ നമ്മളെല്ലാവരും വെവ്വേറെ വഴികൾ തിരഞ്ഞെടുത്ത് നമ്മുടെ ഭാഗ്യം പരീക്ഷിക്കാൻ ഒരു അവസരം കിട്ടിയിരിക്കുന്നു. അതെ, നമുക്ക് സ്വന്തം ശക്തി കൊണ്ട് ജീവിക്കാൻ സാധിക്കും. 3ാമത്തെ പന്നിക്കുട്ടി മറ്റു 3 പേരെക്കാൾ ബുദ്ധിമാനായിരുന്നു. അവന് പിരിഞ്ഞു പോകുന്ന ആശയം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ആർക്ക് വേണമെങ്കിലും തങ്ങളുടെ ഈ പിരിവിനെ മുതലെടുക്കാനാവുമെന്ന് അവൻ മനസ്സിലാക്കി. തീർച്ചയായും അപകടത്തിൽ പെടുമെന്നും. സഹോദരന്മാരെ, എനിക്ക് അതിനോട് യോജിക്കാനാവില്ല. നമ്മുടെ ഒത്തൊരുമയാണ് നമ്മുടെ ബലം. നമ്മൾ ഒരിക്കലും ഈ ബലത്തെ തകർക്കാൻ പാടില്ല. നീ എപ്പോഴും ഉപദേശിക്കാൻ മിടുക്കനാ. എന്ത് ചെയ്യണം എന്ത് ചെയ്യരുതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അതെ, ഇപ്പോൾ ഞങ്ങൾ പിഞ്ചു കുട്ടികളൊന്നുമല്ല നിന്റെ ഉപദേശം കേട്ടുകൊണ്ടിരിക്കാനായിട്ട്. ശരി, ഞാൻ സമ്മതിക്കുന്നു. നമ്മളെ എല്ലാരെയും സഹായിക്കാനുള്ള ഒരു പദ്ധതി എൻ്റെ അടുത്തുണ്ട്. നമുക്ക് 3 വീടുകൾ ഉണ്ടാക്കി വെവ്വേറെയായി താമസിക്കാം. ആരും ആരുടെ കാര്യത്തിലും ഇടപെടാൻ പാടില്ല. എപ്പോഴാണ് നീ യഥാർത്ഥ സഹോദരനായത്? ഇത് നമുക്കുറപ്പിക്കാം. നിക്ക്, ഞാൻ ഇനിയും പറഞ്ഞു തീർന്നിട്ടില്ല. നമ്മൾ അടുത്തടുത്ത വീടുകൾ ഉണ്ടാക്കേണ്ടത്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാമല്ലോ. അതെ, അവൻ പറഞ്ഞത് ശരിയാണ്. ശരി, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ എനിക്കൊരു പ്രശ്നമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അടുത്ത ദിവസം രാവിലെ അവർ വീട് പണിയാനുള്ള സ്ഥലം തീരുമാനിച്ചു. എന്നിട്ട് വീട് നിർമ്മിക്കാനുള്ള വസ്തുക്കൾ തേടി പുറപ്പെട്ടു. വൈക്കോൽ കൊണ്ട് വീടുണ്ടാക്കിയാൽ ചിലവ് കുറയ്ക്കാൻ സാധിക്കും. നിർമ്മിക്കാനും എളുപ്പമായിരിക്കും. ബാക്കിയുള്ള പണം കൊണ്ട് കിടന്നുറങ്ങാൻ ഒരു കിടക്ക വാങ്ങാം. അവൻ ഒരു കർഷകനെ സമീപിച്ചു. കർഷക, ഒരു പുതിയ വീടുണ്ടാക്കാൻ എനിക്ക് ഈ വൈക്കോൽ ആവശ്യമുണ്ട്. അതിനെന്താ, നിങ്ങൾക്ക് വാങ്ങിക്കാമല്ലോ. കർഷകൻ പന്നിക്ക് വൈക്കോൽ വിറ്റു. ആദ്യത്തെ പന്നി തന്റെ വീടുണ്ടാക്കാൻ സന്തോഷത്തോടെ പുറപ്പെട്ടു. 2ാമത്തെ പന്നി പോകുന്ന വഴിക്ക് ഒരു മരം വെട്ടുകാരനെ കണ്ടു. മരം കൊണ്ട് വീടുണ്ടാക്കിയാൽ കാണാനും നന്നായിരിക്കും, ചിലവും കുറയും. ബാക്കിയുള്ള പണം കൊണ്ട് എനിക്ക് ഉറങ്ങാൻ മാർദ്ദവമായ കിടക്കയും വാങ്ങിക്കാം. അങ്ങനെ അവൻ മരം വെട്ടുകാരന്റെ അടുത്ത് നിന്ന് കുറെ മരങ്ങൾ വാങ്ങിച്ചു. എന്നിട്ട് തന്റെ സ്വപ്ന വീടുണ്ടാക്കാനായി പുറപ്പെട്ടു. എന്നാൽ മറ്റുള്ളവരെക്കാൾ ബുദ്ധിമാനായ 3ാമത്തെ പന്നി ചെങ്കല്ലുകൾ കൊണ്ട് നല്ല ബലമുള്ള ഒരു വീട് പണിയാൻ തീരുമാനിച്ചു. എങ്കിൽ അത് കുറെ കാലം നിലനിൽക്കും. എനിക്ക് കിടക്കാൻ നല്ലൊരു കിടക്കയുണ്ടാവില്ല. പക്ഷെ ഭാവി സുരക്ഷിതമാക്കാനായി ഉറപ്പുള്ളൊരു വീട് ഞാൻ പണിയും. അങ്ങനെ അവൻ കടയിൽ ചെന്ന് ചെങ്കല്ലുകളും സിമന്റും വാങ്ങിച്ചു. വൈകുന്നേരമായപ്പോൾ അവർ വീട് പണിയുന്ന സ്ഥലത്തേക്കെത്തി അവരവരുടെ വീടുകൾ പണിയാൻ തുടങ്ങി. ആദ്യത്തെ പന്നി രാവിലെ ആയപ്പോഴേക്കും തന്റെ വീടുണ്ടാക്കി. ഞാൻ അതിസമർത്ഥനായ ഒരു വീട് നിർമ്മാതാവാണ്. ഞാൻ മറ്റു 2 പേരെക്കാൾ വേഗത്തിൽ എന്റെ വീടുണ്ടാക്കി കഴിഞ്ഞു. ഇനി ഞാൻ വീടിനകത്ത് കയറി കുറച്ചു നേരം വിശ്രമിക്കട്ടെ. ഇവൻ എങ്ങനെയാണ് ഇത്രയും വേഗം വീടുണ്ടാക്കിയത്? വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാൻ എന്റെ വീടിന്റെ പണി പൂർത്തിയാക്കിയിരിക്കും. അങ്ങനെ അവൻ കഠിനാധ്വാനം ചെയ്ത് വൈകുന്നേരമായപ്പോഴേക്കും തന്റെ വീട് പണി പൂർത്തിയാക്കി. എന്റെ വീട് മരം കൊണ്ടുണ്ടാക്കിയത് കൊണ്ട് ഇത് വൈക്കോൽ വീടിനേക്കാൾ ബലമുള്ളതായിരിക്കും. ഇനി ഞാൻ എന്റെ വീട്ടിൽ സമാധാനത്തോടെ കിടന്നുറങ്ങും. 2 സഹോദരന്മാരും വീട് പണിയാൻ കുറച്ചു സമയമേ എടുത്തുള്ളൂവെങ്കിലും 3ാമത്തെ പന്നി അതിനെക്കുറിച്ച് ഒട്ടും വിഷമിച്ചില്ല. അവൻ ആദ്യം വീടിനൊരു അടിസ്ഥാനം പണിതു. രാവിലെ മറ്റു 2 സഹോദരന്മാരും അത് കാണാനെത്തിയപ്പോൾ അവർ അവനെ കളിയാക്കി. എന്താ സഹോദര, നിനക്ക് വീടുണ്ടാക്കാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ? എന്നോട് ആദ്യമേ ചോദിക്കാമായിരുന്നില്ലേ? ഞാൻ എല്ലാരേക്കാളും ബലമുള്ള വീടുണ്ടാക്കുക. ഏത് കാലാവസ്ഥയുമായും ഇത് യോജിക്കും. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഈ വീടിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങളുടെ വീട് ബലമില്ലാത്തതും നിന്റെ വീട് ബലമുള്ളതുമാണെന്നാണോ പറയുന്നത്? 3ാമത്തെ പന്നി തന്റെ സഹോദരന്മാരുടെ പരിഹാസത്തെ വകവെച്ചില്ല. അവൻ തന്റെ ജോലിയിൽ ശ്രദ്ധ പതിപ്പിച്ചു. ഒടുവിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ അവൻ തന്റെ വീട് പണിത് തീർത്തു. കുറച്ചു ദിവസങ്ങൾ കടന്നുപോയി.
അവർ തങ്ങളുടെ വീടുകളിൽ സസുഖം വസിച്ചു. എന്നാൽ താമസിയാതെ ഒരു ചെന്നായ ആ 3 പന്നികളെയും കണ്ടു. അവരെ തിന്നണമെന്ന് അവൻ തീരുമാനിച്ചു. ചെന്നായ ആദ്യത്തെ പന്നിയുടെ വീട്ടിലേക്ക് ചെന്ന് വാതിലിൽ തട്ടി. പന്നിക്കുട്ടിയെ, പന്നിക്കുട്ടിയെ, ഞാൻ അകത്തേക്ക് വരട്ടെ? വേണ്ട വേണ്ട, എന്റെ ദേഹത്തിലെ രോമങ്ങളാണ്, നീ വരരുത്. ഞാൻ ഊതും, വീണ്ടും ഊതും, എന്നിട്ട് നിന്റെ ഈ വീട് ഞാൻ പറപ്പിക്കും. എന്റെ വീട് മറ്റുള്ളവരെക്കാൾ ബലമുള്ളതാണ്. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. ചെന്നായ ശ്വാസം നന്നായി അകത്തേക്ക് വലിച്ച് 1ാമത്തെ പന്നിയുടെ വീട്ടിലേക്ക് ഊതി. വൈക്കോൽ മുഴുവനും പറന്നുപോയി. അതിന്റെ കൂടെ 1ാമത്തെ പന്നിയും ഉരുണ്ടുപോയി. എന്തു പറ്റി? നീ എന്തിനാണ് എന്റെ വീട്ടിലേക്ക് ഉരുണ്ടു വരുന്നത്? അവനൊരു മേശയുടെ അടിയിൽ ഒളിച്ചിരുന്ന് ഉറക്കെ പറഞ്ഞു. വാതിലടയ്ക്ക്, വാതിലടയ്ക്ക്. ഒരു ഭീകരനായ ചെന്നായ എന്നെ തിന്നാൻ വരുന്നുണ്ട്. അവൻ ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. 2ാമത്തെ പന്നി വാതിലിനടുത്തേക്ക് ഓടി അത് മുറുകെ അടച്ചു. അവൻ എല്ലാ കൊളുത്തുകളും നന്നായി ഉറപ്പിച്ചു. ചെന്നായ വാതിൽക്കൽ വന്ന് തട്ടിക്കൊണ്ടേയിരുന്നു. പന്നിക്കുട്ടിയെ, പന്നിക്കുട്ടിയെ, ഞാൻ അകത്തേക്ക് വരട്ടെ? വേണ്ട വേണ്ട, എന്റെ ശരീരത്തിലെ രോമങ്ങളാണ്, നീ അകത്തേക്ക് വരരുത്. അവിടെ തന്നെ നിക്ക്. ഞാൻ ഊതും, ഞാൻ വീണ്ടും ഊതും, എന്നിട്ട് നിന്റെ വീട് ഞാൻ പറപ്പിക്കും. എന്റെ വീട് മറ്റുള്ളവരെക്കാൾ ബലമുള്ളതാണ്. നീ ശ്രമിച്ചു നോക്ക്, ദുഷ്ടനായ ചെന്നായേ. അത് ശ്വാസം നന്നായി വലിച്ചു കയറ്റി അതിശക്തമായി ആ വീടിന് മുകളിലേക്ക് ഊതി. വീട് മുഴുവനും കാറ്റിൽ പറന്നുപോയി. വീടിന് മേൽക്കൂരയില്ലെന്നത് 2 പേരും മനസ്സിലാക്കി. അതുപോലെ വശങ്ങളിൽ ചുമരുകളുമില്ലായിരുന്നു. 2 പേരും പ്രാണരക്ഷാർത്ഥ 3ാമത്തെ പന്നിയുടെ വീട്ടിലേക്ക് ഓടിക്കയറി. നിങ്ങൾക്ക് എന്തു പറ്റി? നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ദുഷ്ടനായ ഒരു ചെന്നായ ഞങ്ങളുടെ വീടുകൾ ഊതിപ്പറപ്പിച്ചു. അവൻ ഇവിടെ വന്ന് നിന്റെ വീടുകളും ഊതിപ്പറപ്പിക്കും. നമുക്ക് ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ട് അമ്മയുടെ അടുത്തേക്ക് പോവാം. അവൻ എന്റെ വീടിന്റെ ഒരു കല്ല് പോലും പറപ്പിക്കാനാവില്ല. അവനെ ഞാൻ പാഠം പഠിപ്പിക്കും. ഇങ്ങോട്ട് വരട്ടെ. സഹോദരന്മാരെ, നിങ്ങൾ ആ ഷെൽഫിൽ കയറിയിരിക്കൂ. അവൻ എന്നെ കൊന്നു തിന്നുകയാണെങ്കിൽ നിങ്ങൾ താഴെ ഇറങ്ങരുത്, കേട്ടോ. 2 പന്നിക്കുട്ടികളും ഷെൽഫിന്റെ മുകളിലേക്ക് കയറി. താമസിയാതെ ചെന്നായ വാതിൽക്കൽ എത്തി. എന്നിട്ട് വാതിൽക്കൽ മുട്ടാനും ഇടിക്കാനും തുടങ്ങി. ഓടിപ്പൊയ്ക്കോ ദുഷ്ടൻ ചെന്നായേ, നിനക്കെന്റെ വീടിനകത്ത് ഒരിക്കലും കയറാനാവില്ല. നിനക്ക് എന്റെ ശക്തിയെക്കുറിച്ച് അറിയില്ല. ഞാൻ ഊതും, ഞാൻ വീണ്ടും ഊതും, എന്നിട്ട് ഞാൻ നിന്റെ വീടിനെ പറത്തിവിടും. നിന്റെ അനിയന്മാരുടെ വീട് പറത്തിവിട്ടതുപോലെ. എങ്കിൽ നീ ഒന്ന് പരീക്ഷിച്ചു നോക്ക്. പക്ഷെ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അത്രയ്ക്ക് ബലമുള്ള വീടാ എന്റെ. ചെന്നായ ശ്വാസം വലിച്ചെടുത്തു. എന്നിട്ട് പന്നിക്കുട്ടിയുടെ വീട്ടിലേക്ക് ശക്തമായി ഊതി. പക്ഷെ വീട് അനങ്ങാതെ നിന്നു. അവൻ വീണ്ടും കൂടുതൽ ശക്തമായി വലിച്ചു ഊതി നോക്കി. എന്നാലും ഒരൊറ്റ കല്ല് പോലും അനങ്ങിയില്ല. കുറെ നേരവും കൂടി ശ്രമിച്ചപ്പോൾ അവൻ ആകെ തളർന്നു താഴെ വീണുപോയി. പക്ഷെ ദുഷ്ടനായ ചെന്നായ വീണ്ടും എഴുന്നേറ്റ് ദൂരെ നിന്നും വേഗത്തിൽ ഓടിയടുത്തു. ജനാലയിലൂടെ പന്നിക്കുട്ടികൾ അവൻ വരുന്നത് കണ്ടു. അവർ വാതിലിന്റെ മുൻപിൽ ബലമായി തിരിഞ്ഞു നിന്നു. ചെന്നായ അതിശക്തിയോടെ വീണ്ടും വാതിലിൽ വന്നിടിച്ചു. 3ാമത്തെ പന്നിക്കുട്ടി പതുക്കെ വാതിൽ തുറന്നു. ചെന്നായ താഴെ വീണ് കിടക്കുന്നത് കണ്ടു. അവൻ വീണ്ടും വാതിൽ അടച്ചു. ചെന്നായ താഴെ വീണു. അവനെന്റെ വീട് ഊതിപ്പറപ്പിക്കാനായില്ല. നീ ഞങ്ങൾക്കിവിടെ സ്ഥലം തന്നില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ചെന്നായയുടെ വയറ്റിലാകുമായിരുന്നു. അതേ സഹോദര, നീ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു. പക്ഷേ നിങ്ങൾ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ചെന്നായ എന്നെയും തിന്നുമായിരുന്നു. നമ്മൾ ഒരുമിച്ചല്ലേ വാതിലടിച്ചത്. അതുകൊണ്ടാ അവൻ തോറ്റത്. അതേ സഹോദര, ഞാൻ പറഞ്ഞത് ശരിയല്ലെന്ന് നീ തെളിയിച്ചു. ഐക്യമത്യമാണ് നമ്മുടെ ബലം. ഇനി നമ്മളെല്ലാവരും ഒരുമിച്ച് താമസിക്കും. നമ്മളിനി ഒരിക്കലും പിരിയില്ല. പെട്ടെന്ന് ചെന്നായ വീണ്ടും എഴുന്നേറ്റു. എന്നിട്ട് വാതിലിൽ മുട്ടാൻ തുടങ്ങി. കുരുത്തം കെട്ട പന്നിക്കുട്ടികളെ, ഇന്ന് ഞാൻ നിങ്ങളെ തീർച്ചയായും തിന്നും. അവൻ മേൽക്കൂരയിൽ കയറി പുകക്കുഴലിലൂടെ ഇറങ്ങാൻ തീരുമാനിച്ചു. വീടിന് മുകളിൽ നടക്കുന്ന ശബ്ദം പന്നിക്കുട്ടികൾ കേട്ടു. ചെന്നായയുടെ കൗശലം അവർക്ക് മനസ്സിലായി. 3ാമത്തെ പന്നി നെരിപ്പോടിൽ വിറകുകൾ കൂട്ടി കത്തിച്ചു. ചെന്നായ പുകക്കുഴലിലെത്താൻ കഷ്ടപ്പെട്ടു. ഒടുവിൽ അവൻ അതിനകത്തേക്ക് ഇറങ്ങി. പതുക്കെ പതുക്കെ അവൻ കത്തുന്ന തീക്കുള്ളിൽ വീണു. പിന്നീട് ആ 3 പന്നിക്കുട്ടികളും സുഖമായി കുറേ കാലം ജീവിച്ചു.